ഹായ് ഫ്രണ്ട്സ്, ഇന്ന് സ്നാക്സ് എന്താ ഉണ്ടാക്കണ്ടേന്ന് ആലോചിച്ചിരിക്കണ്ട കേട്ടോ. വേഗം തന്നെ വീട്ടിൽ നേന്ത്രപ്പഴം ബ്രെഡ് ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയോളൂ. കുട്ടികൾക്കും വീട്ടിലുള്ളവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടും. ഇനി അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാൻ നന്നായി പഴുത്ത 2 നേന്ത്രപ്പഴവും 8 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഈ നേന്ത്രപ്പഴത്തിന്റെ തോലൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് നമുക്ക് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്ത് കൊണ്ടുവരാം കേട്ടോ. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു കാര്യം, പഴം മിക്സിയിൽ അടിക്കുമ്പോൾ നമ്മൾ വെള്ളമൊന്നും ചേർക്കാണ്ട് തന്നെ അടിച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഓരോ ബ്രെഡ് പീസ് എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഇത് പരട്ടി കൊടുക്കാം കേട്ടോ. നമ്മുടെ കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ എളുപ്പത്തിലുള്ള ഒരു സ്നാക്സ് ആട്ടോ അത്. അത് തന്നെയല്ല, കളിച്ച് ക്ഷീണിച്ച് വരുന്ന മക്കൾക്ക് ഹെൽത്തിയും ടേസ്റ്റിയായ ഈ സ്നാക്സ് കൊടുക്കുന്നത് നല്ലതാണേനും. ഇനി ഫില്ല് ചെയ്ത ബ്രെഡ് എടുത്ത് നമുക്ക് ഇതേപോലെ കട്ട് ചെയ്ത് 4 പീസാക്കി എടുക്കാം കേട്ടോ. അങ്ങനെ എല്ലാ ബ്രെഡും നമുക്ക് ഇതേപോലെ പീസാക്കി മാറ്റി വെച്ചതിന് ശേഷം ഒരു ബൗളിൽ 1/2 ഗ്ലാസ് പാലൊഴിച്ച് കൊടുത്ത് അതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് അതിലേക്ക് 1 സ്പൂണ് പഞ്ചസാരയും വേണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ഏലക്കായ നമുക്ക് ഒന്ന് ചതുക്കി എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കി അടിച്ചതിന് ശേഷം ദോശക്കല്ല് ചൂടാകുമ്പോൾ നമുക്ക് 1-2 സ്പൂണ് ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ ഇട്ട് കൊടുക്കുക. എന്നിട്ട് മാറ്റി വെച്ച ബ്രെഡ് പീസുകളില്ലേ, അത് ഈ പാലിൽ മുക്കിയിട്ട് നമുക്ക് ഈ ദോശക്കല്ലിട്ട് തിരിച്ചു മറിച്ചിട്ട് നന്നായിട്ട് മുരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, പഴവും ബ്രെഡും വെച്ചിട്ടുള്ള സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ പതിവ് പോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ വരും വരയ്ക്ക് ടാറ്റാ, ബൈ ബൈ.